പാലിയേക്കര ടോൾ മരവിപ്പിച്ചതിനെതിരെ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിച്ചു. ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം. ഷബ്ന സിയാദ് വിവരങ്ങൾ നൽകും. ഷബ്ന, ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് മുൻപിൽ കണ്ട് ആ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ച പരാതിക്കാരൻ തടസ്സ ഹർജിയും നൽകിയിരുന്നു അല്ലേ? തീർച്ചയായും. കാരണം ഇത്തരം ഒരു നീക്കം എന്തായാലും ഉണ്ടാകും എന്നത് മുന്നിൽ കണ്ടാണ് ഈ പരാതിക്കാരൻ ഒരു തടസ്സ ഹർജി കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നത്. ഇന്നിപ്പോൾ ഏതായാലും ദേശീയപാത അതോറിറ്റി അപ്പീൽ നൽകിയിരിക്കുന്നു. കാരണം വലിയ തോതിൽ 4 ആഴ്ചത്തേക്കാണ് ഇത്തരത്തിലൊരു ടോൾ പിരിവ് തടഞ്ഞിരിക്കുന്നത്. ഇത് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഇതിന് ഉടൻ പരിഹാരം കാണണം, അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി വിഷയത്തിൽ യോഗം വിളിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഗതാഗത കുരുക്കിന് പരിഹാരമില്ലെങ്കിൽ ടോൾ പിരിക്കേണ്ട എന്ന നിലപാടിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടം മുതൽ ഈ ഹർജിയിലെ വാദത്തിനിടെ തന്നെ കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി അടിയന്തരമായി അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. ഏതായാലും തടസ്സ ഹർജിയും ഇതോടൊപ്പം തന്നെ പരിഗണിക്കും. ഓക്കെ, ഷബ്ന സിയാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.